വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണിത്. അപ്പോൾ നല്ലൊരു വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല വെയിലാണ്. ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ആവും, തണുപ്പാവും. ഈ സമയത്തൊക്കെ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എഗ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഞാനിവിടെ 1.5 കപ്പ് ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അരി വേവിക്കാൻ ആവശ്യമായ വെള്ളം നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ പെരുംജീരകം, 3 ഏലക്കായ, 2-3 ഗ്രാമ്പൂ, കറുകപ്പട്ട, വൈനയില, താക്കോലം എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. എഗ് ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ടയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്ക് ഈ ഓരോ മുട്ടയും ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ മുട്ടയിൽ നമ്മൾ പൊടികളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരമുറി നാരങ്ങ നീര് കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അരിയെല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം എല്ലാം ഊറ്റിക്കളയണം. നമ്മൾ ഈ ഒരു ചട്ടിയിലാണ് ബിരിയാണി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് എഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓരോ മുട്ടയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കോരി മാറ്റാം. ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് അല്പം കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4 സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയെല്ലാം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി നല്ലപോലെ അരച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി മൂപ്പിച്ചിടാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുന്തിരിങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പാലിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചതാണ്. അത് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് കുറച്ച് ഫ്രൈഡ് ഓണിയൻസ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം. ഫൈനലി നമ്മുടെ എഗ്ഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.